ഹായ് കുട്ടികളെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉച്ചയ്ക്കൊരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് മത്തി ഉണ്ടായിരുന്നു, മത്തിൽ നെത്തലും കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ട് അതിനകത്തേക്ക് ആ മത്തിൽ നെത്തലും കൂടി വറക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പുരട്ടി വെക്കലാണ് പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ളത്, ഫിഷ് ഫ്രൈ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഇന്ന് കഷ്ണങ്ങളൊന്നും ഇവിടെ ഇല്ല. ക്യാരറ്റ് ഉണ്ട്, കോവയ്ക്കുണ്ട്, ബീൻസ് ഉണ്ട്. അതെല്ലാം അരിഞ്ഞ് വഴുതനങ്ങയൊക്കെ അതൊക്കെ അരിഞ്ഞാണ്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അന്ന് ഒരു ചെറിയൊരു അവിയൽ, തട്ടിക്കൂട്ട് അവിയലാണ് കേട്ടോ. പക്ഷെ തട്ടിക്കൂട്ട് അവിയലാണെങ്കിൽ ആ അവിയലിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെന്തതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് വെന്തതിന് ശേഷം കഷ്ണങ്ങളൊന്നും ഉടയാൻ പാടില്ല കേട്ടോ. വഴുതനങ്ങ പോലും ഉടഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നൊരു മീഡിയം സൈസ് ഫ്ലെയിമിൽ വെക്കാൻ പാടുണ്ട്. എന്നിട്ട് നമ്മളതിന് ശേഷം അതിനകത്തേക്ക് തൈര് ഒഴിച്ചു. പിന്നീട് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിയലിന്. കഷ്ണങ്ങൾ കുറവാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്താണോ ഫ്രിഡ്ജിനകത്തുള്ളത് അതെടുത്ത് വെക്കാൻ നമ്മൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉടയാതെ എടുക്കണം പച്ചക്കറി. കണ്ടോ, നിങ്ങൾ പച്ചക്കറി ഒന്നും ഉടഞ്ഞിട്ടില്ല. ഒരു ചെറിയൊരു മുരിങ്ങാക്കായും ഉണ്ടായിരുന്നു, അതും ഞാൻ അതിനകത്തേക്ക് ഇട്ട. പിന്നെ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു, കരിവേപ്പിലിട്ട് എന്നിട്ട് വെണ്ടക്ക അതിനകത്തേക്ക് വറക്കാൻ വെച്ചു. ഒരു വെണ്ടക്ക പച്ചടി ഉണ്ടാക്കുക. വെറുതെ തൈര് മാത്രം ഒഴിക്കുന്നുള്ള, തേങ്ങയൊന്നും ചേർക്കുന്നില്ല. എല്ലാ കറികളിലും തേങ്ങ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ, കൊളസ്ട്രോൾ കൂടും. അപ്പോൾ അതിനാലാണ് തേങ്ങ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വെണ്ടക്ക നന്നായിട്ട് മൂത്ത് വന്നു, അധികം ഇതാവരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തൈരെടുത്ത് ഒഴിക്കുക. ഒരു പച്ചടി, ഉച്ചക്കത്തേക്ക് ഒരു സിമ്പിൾ ലഞ്ച്. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. ഒരു സിമ്പിൾ ലഞ്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഉപ്പൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടുതൽ സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കണം എല്ലാവരും. മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഇഷ്ടപ്പെടും, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. വയറിനും നല്ലതാണ്, വെണ്ടയ്ക്ക നല്ലതാണ്. അവിയലിലിട്ട കഷ്ണങ്ങളൊക്കെ നല്ല കഷ്ണങ്ങൾ. അതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.